നമസ്തേ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സരസ്വതി പബ്ലിക്കേഷൻസിൻ്റെ 7ാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ എന്ന പാഠമാണ്. ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിൽ നിന്നും ധാരാളം അറിവുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു അത്ഭുത പ്രതിഭാസമാണ്. മനുഷ്യൻ്റെ പുരോഗതിക്ക് കമ്പ്യൂട്ടറിന് വളരെ വലിയ ഒരു സ്ഥാനമാണ് ഉള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കമ്പ്യൂട്ടർ ബിജലി സേ ചൽനെ വാലി ഏക് മെഷീൻ ഹേ. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഏക് മെഷീൻ ഹേ, ഒരു മെഷീനാണ്. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. ഇസ് മെഷീൻ സെ സാരാ കാം ബഡി ജൽദി ഏവം കം സമയമേ കിയാ ജാ സക്താ ഹെ. ഈ മെഷീനിൽ കൂടി സാരാ കാം എല്ലാ ജോലികളും ബഡി ജൽദി വളരെ പെട്ടെന്ന്, ഏവം അതുപോലെ തന്നെ കം സമയമേ വളരെ കുറഞ്ഞ സമയത്തിൽ കിയാ ജാ സക്താ ഹെ ചെയ്യാൻ കഴിയുന്നു. कठिन से कठिन जोड़ खड़ा गुणा भाग आदि सवालों का जवाब पल भर में दे देता है. यह मीन्स इस कंप्यूटर कठिन से कठिन വളരെ പ്രയാസമുള്ള ജോഡ് അഡീഷൻ, ഘട സബ്സ്ട്രാക്ഷൻ, അതായത് കൂട്ടലും കിഴിക്കലും. ദെൻ ഗുണ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഭാഗ ഡിവിഷൻ. അപ്പം ഗുണനവും ഹരണവും, ഗുണഭാഗ ആദി സവാലോം കാ ജവാബ്, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ്റെ ആൻസർ പൽ പെർഫോർമേം ദേത്താ ഹെ, ഒറ്റ സെക്കൻഡിൽ നമുക്ക് ചെയ്തു തരുന്നു. അപ്പം കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, ഇതിലുള്ള എന്ത് ക്വസ്റ്റ്യൻ കൊടുത്താലും ഒറ്റ നിമിഷത്തിൽ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് ചെയ്തു തരുന്നു. പെഹ്ല ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹാർവാർഡ് ഐക്കൺ ने 1944 में बनाया था. അപ്പം ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹാർവാർഡ് ഐക്കൺ എന്ന് പറയുന്ന ആൾ 1944 बनाया था, ഉണ്ടാക്കിയത്. കമ്പ്യൂട്ടർ एक ऐसा उपकरण है जिसमें टीवी जैसी एक स्क्रीन होती है. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ളൊരു ഉപകരണമാണ്. നമ്മുടെ ടി വി ജൈസി ഏക്ക് സ്ക്രീൻ ഹോത്തി ഹെ, ഇതിൽ ടി വി പോലെ ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. ഈ സ്ക്രീൻ കോ മോണിറ്റർ കാത്തേ ഹെ. ടി വി പോലെയുള്ള ഈ സ്ക്രീനിന് പറയുന്ന പേരാണ് മോണിറ്റർ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ടി വിയുടെ സ്ക്രീൻ പോലെ ഒരു സ്ക്രീനുണ്ട്, ഇതിന് പറയുന്ന പേരാണ് മോണിറ്റർ. ഇസ്കെ സാത്ത് കീബോർഡ് ലഗാ ഹോത്താ ഹെ, ഇതോടൊപ്പം തന്നെ കീബോർഡും ഉണ്ടായിരിക്കും. जिसकी സഹായത से ഇച്ഛാനുസാർ കുച്ച് ഫി ടൈപ്പ് കർ സക്തേ ഹെ. ഈ കീബോർഡിൻ്റെ സഹായത്താൽ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. മോണിറ്റർ കെ സാത്ത് മൗസ് ഫി ജുഡാ ഹോത്താ ഹെ. മോണിറ്ററിനോടൊപ്പം മൗസ് എന്ന് പറയുന്ന ഉപകരണവും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജുഡാ ഹോത്താ ഹെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട്. മൗസ് ഏക് ചോട്ടാസ യന്ത്ര ഹെ. എന്താണ് ഈ മൗസ്? മൗസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉപകരണമാണ്. ഇസ്കി സഹായത സേഫി നിർദ്ദേശ് ദിയേ ജാത്തേ ഹെ. ഇതിൻ്റെ സഹായത്താലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓർഡേഴ്സ് നൽകുന്നത്. കുച്ച് കമ്പ്യൂട്ടറോമേ പ്രിൻ്റർ ഫി ലഗാ ഹോത്താ ഹെ. ചില കമ്പ്യൂട്ടറുകളിൽ പ്രിൻ്റർ ഉണ്ടായിരിക്കും. ജോ കുച്ച് ഫി ടൈപ്പ് കിയാ ജാത്താ ഹെ പ്രിൻ്റർ കി മദദ് സെ ഉസ്കാ പ്രിൻ്റ് ഔട്ട് നിക്കാൽ സക്തേ ഹെ. എന്തിനാണ് ഈ പ്രിൻ്റർ ഉള്ളത്? ജോ കുച്ച് ഭി ടൈപ്പ് കിയാ ജാത്താ ഹെ, എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ഇത് പ്രിൻ്റർ കി മദദ് സെ, പ്രിൻ്ററിൻ്റെ ഹെൽപ്പ് കൊണ്ട്, മദദ് സഹായം, ഹെൽപ്പ് കൊണ്ട് ഉസ്കാ പ്രിൻ്റ് ഔട്ട് നിക്കാൽ സക്തേ ഹെ, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും, കോപ്പി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം മോണിറ്റർ, കീബോർഡ്, മൗസ് ഏവം പ്രിൻ്റർ അലഗ് അലഗ് താരോ ദ്വാര ജുഡേ ഹോത്തേ ഹെ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ മോണിറ്റർ, കീബോർഡ്, മൗസ് ഏവം പ്രിൻ്റർ, ഈ സംഭവങ്ങളെല്ലാം, ഈ പാർട്സ് എല്ലാം എന്ത് ചെയ്യുന്നു? അലഗ് താരവും ദ്വാര, വെവ്വേറെ വയറിങ്ങിലായിട്ട് ജുഡേ ഹോത്തേ ഹെ, ബന്ധിപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ കമ്പ്യൂട്ടറിലെ ഈ എല്ലാ ഭാഗം കമ്പ്യൂട്ടറിൻ്റെ പാർട്സായ എന്തൊക്കെയാണ് കീബോർഡ്, മൗസ്, പ്രിൻ്റർ, മോണിറ്റർ ഇവയെല്ലാം പ്രത്യേകം വയറ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധിപ്പിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ अपने आप कोई काम नहीं कर सकता. കമ്പ്യൂട്ടർ ഇത്ര വലിയ ആളാണെങ്കിലും കമ്പ്യൂട്ടർ अपने आप कोई काम नहीं कर सकता. തനിയെ ഒരു ജോലിയും ചെയ്യുന്നില്ല. उसे कीबोर्ड एवं माउस की सहायता से आदेश देना होता है. उसे ഇതിന് കമ്പ്യൂട്ടർ കീബോർഡ് ഏവം മൗസ് की സഹായത से കീബോർഡിൻ്റെ അതുപോലെ മൗസിൻ്റെയും സഹായത്താൽ ആദേശ് ദേന ഹോത്താ ഹെ ഇൻസ്ട്രക്ഷൻസ് കിട്ടണം, ഓർഡറുകൾ കിട്ടണം. അതിൻ്റെ സഹായത്താൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഓർഡർ കിട്ടുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. वह मनुष्य द्वारा इकट्ठा किए गए आंकड़ों एवं आदेशों के अनुसार कार्य करता है. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മനുഷ്യദ്വാര മനുഷ്യൻ മുഖേന ഇകട്ടാ കിയേ ഗയെ കളക്ട് ചെയ്യപ്പെടുന്ന ആങ്കഡ് മീൻസ് അക്കങ്ങൾ, ഏവം ആദേശ് മീൻസ് നിർദ്ദേശം, ഓർഡറുകളും അനുസാർ കാര്യകർത്താഹെ ഓർഡറുകളും അനുസരിച്ചാണ് അവ കാര്യകർത്താഹെ എന്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ തനിയെ ഒരു ജോലിയും ചെയ്യില്ല. എന്താണ് മനുഷ്യൻ കീബോർഡ് അതുപോലെ തന്നെ മൗസ് ഇവയുടെയൊക്കെ സഹായത്താൽ എന്താണ് എന്തെങ്കിലും അക്കങ്ങളും അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് മാത്രം പ്രവർത്തിപ്പിക്കാൻ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് കഴിയൂ. അല്ല തനിയെ ഒന്നും ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിന് ഇല്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. കമ്പ്യൂട്ടർ ബഹുത് ഹി ഉപയോഗി യന്ത്ര ഹെ. കമ്പ്യൂട്ടർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യന്ത്രം, ഉപയോഗി യന്ത്രം, വളരെ പ്രയോജനപ്രദമായ ഉപകരണം. आधुनिक तकनीकी विकास के क्षेत्र में इसका प्रयोग हर जगह होता है. आधुनिक तकनीकी विकास എന്താണ് മോഡേൺ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, എന്താണ് പുതിയ ടെക്നിക്കൽ എന്താണ് വികാസ് മലയാളം തന്നെയാണ്. വികാസ് കെ ക്ഷേത്രമേ ഇസ്കാ പ്രയോഗ് പുതിയ ടെക്നിക്കൽ എന്താണ് ഡെവലപ്മെൻറ്റിൽ ഇതിൻ്റെ പ്രയോഗമെന്ന് പറയുന്നത് ഹർ ജഗഹ് ഹോത്താഹെ ഓരോ സ്ഥലത്തും വേണ്ടി വരുന്നു. എവിടെയൊക്കെയാണ്? സ്കൂൾ, കോളേജ്, अस्पताल, फैक्ट्री, बड़ी बड़ी दुकानों एवं सिनेमाघरों में भी कंप्यूटर के विकास के कारण लोगों को नौकरियां उपलब्ध हुई है. സ്കൂളുകളിൽ, കോളേജുകളിൽ, ആസ്പതാൽ ഹോസ്പിറ്റൽ, ദെൻ ഫാക്ടറികളിൽ, ബഡി ബഡി ദുക്കാൻ വലിയ വലിയ കടകളിൽ, ഏവം സിനിമാഘരോമി സിനിമാ തിയേറ്ററുകളിൽ, മേം ഭി കമ്പ്യൂട്ടർ കെ വികാസ് കെ കാരൻ ഇവിടെയെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണത്താൽ, കമ്പ്യൂട്ടറിൻ്റെ പുരോഗതിയുടെ കാരണത്താൽ, ലോഗോങ്കോ ആളുകൾക്ക് നൗകരിയ ഉപലബ്ധ് ഹുയി ഹെ ആളുകൾക്ക് ധാരാളം ജോലിയും നേടാൻ കഴിഞ്ഞിട്ട്, ഉപലബ്ധ് ഹോന നേടുക. हवाई जहाज़ के डिज़ाइन एवं कपड़ों और गहनों के डिज़ाइन भी कंप्यूटर बखूबी करता है. हवाई जहाज़ के ഡിസൈൻ, എയ്റോപ്ലെയിൻ്റെ ഡിസൈന് അതിൽ തുടങ്ങി പിന്നെയോ കപ്പടവും അവർ ഗഹനോങ്കെ ഡിസൈൻ ഫി നമ്മുടെ വസ്ത്രങ്ങളുടെ നമ്മുടെ ആഭരണങ്ങളുടെ എല്ലാം ഡിസൈൻ വരെ കമ്പ്യൂട്ടർ ബഖൂബി കർത്താഹൈ കമ്പ്യൂട്ടർ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു, യാതൊരു തടസ്സവുമില്ലാതെ ചെയ്യുന്നു. कंप्यूटर के बिना रेल टिकट, हवाई टिकट आदि खरीदना भी मुश्किल हो गया है. കമ്പ്യൂട്ടർ ഇല്ലാതെ നമ്മുടെ റെയിൽവേ ടിക്കറ്റുകൾ, അതുപോലെ എന്താണ് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, ആദി ഫി ഖരീദിന എന്താണ് മുതലായവ വാങ്ങാൻ പോലും, മുതലായവ എടുക്കാൻ പോലും നമുക്ക് മുസ്കിൽ ഹോ ജാത്താ ഹേ വളരെ മുസ്കിൽ ഹോ ഗയാ ഹേ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. വായുയാൻ, റോക്കറ്റ് ആദി കാ സഞ്ചാലൻ ഭി കമ്പ്യൂട്ടർ കർത്താ ഹേ. വായുയാൻ അതായത് ആകാശത്തിൽ കൂടി പോകുന്ന വാഹനങ്ങൾ, റോക്കറ്റ്, ഇതെല്ലാം ആദിക മുതലായവയുടെ എല്ലാം സഞ്ചാലൻ നടത്തിപ്പ് കമ്പ്യൂട്ടർ കർത്താഹെ ഇതെല്ലാം കമ്പ്യൂട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. ശരീർ കെ ഭീതരി അംഗോं का സ്കാൻ ഫി കമ്പ്യൂട്ടർ ദ്വാര സംഭവകി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഭീതരി അംഗ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. അതിൻ്റെ സ്കാനിങ് കമ്പ്യൂട്ടർ ദ്വാര സംഭവകി കമ്പ്യൂട്ടർ മുഖേനയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എല്ലാം സ്കാൻ എടുക്കുന്നതിന് വരെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായം
തേടുന്നുണ്ട്. जिससे बीमारियों का पता आसानी से लगाया जा सकता है. ഇതിൽ കൂടി അതായത് കമ്പ്യൂട്ടർ മുഖേന ബീമാരിയോങ്കി പത കമ്പ്യൂട്ടർ മുഖേന സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ആസാനി സെ ലഗായ ജാ സക്ത ബീമാരിയോങ്കി പത പത മീൻസ് കാരണം അസുഖങ്ങളുടെ കാരണം അസുഖങ്ങളുടെ അവസ്ഥ ബഡി ആസാനി സെ ലഗായ ജാ സക്ത ഹെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് ईमेल द्वारा हम हज़ारों मील दूर बैठे लोगों को संदेश चित्र नक्शे आदि भेज सकते हैं. ईमेल मुखेന ഇമെയിലിലൂടെ ഹം ഹസാരോ മീൽ ദൂർ ബൈഠേ ലോകോങ്കോ നമ്മൾ ആയിരക്കണക്കിന് മീറ്റർ അകലെ ഇരിക്കുന്ന ആയിരക്കണക്കിന് മൈലുകൾ അകലെ ഇരിക്കുന്ന ആളുകളുമായിട്ട് സന്ദേശ് ചിത്ര നക്സെ സന്ദേശ് മീൻസ് മെസ്സേജ് ചിത്ര പിക്ചേഴ്സ് നക്സെ മാപ്പുകൾ റൂട്ട് മാപ്പ് ആദി ഫേജ് സക്തേഹെ ഇവയെല്ലാം അയക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇമെയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ദൂരെയുള്ള ആൾക്കാരുമായിട്ട് മെസ്സേജ് വഴിയും അതുപോലെ ചിത്രങ്ങൾ വഴിയും മാപ്പ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്ദേശങ്ങൾ അയക്കാനായിട്ട് പറ്റും. ഏവം ജവാബ് ഫീ തുരന്ത് പാ സക്തേ ഹെ അതിനുള്ള മറുപടി ജവാബ് മീൻസ് ആൻസർ അതിനുള്ള മറുപടി നമുക്ക് തുരന്ത് പാ സക്തേ ഹെ പെട്ടെന്ന് നേടാനായിട്ട് തുരന്ത് സഡൻലി പെട്ടെന്ന്. खेती बाड़ी मौसम का हाल जैसी जानकारियाँ भी हमें कंप्यूटर से मिल जाती है. खेती बाड़ी കൃഷി കാര്യങ്ങൾ മോസം കാലാവസ്ഥ ഇതിൻ്റെ എല്ലാ അവസ്ഥകളെല്ലാം നമുക്ക് ജൈസി ജാൻകാരിയാ ഭി ഇതിനെക്കുറിച്ച് ജാൻകാരി മീൻസ് നോളജ് അറിവുകൾ ഹമി കമ്പ്യൂട്ടർ മേ സേ മിൽ ജാത്തി ഹെ ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടി അറിയാനായിട്ട് കഴിയും. കമ്പ്യൂട്ടർ സെ ബച്ചോं का मनोरंजन भी होता है. കമ്പ്യൂട്ടർ കുട്ടികളെ ആനന്ദിപ്പിക്കാൻ കൂടി ഉള്ളതാണ്. കുട്ടികൾക്ക് വളരെയേറെ മാനസിക ഉല്ലാസം നൽകുന്ന ഒന്നാണ് മനോരഞ്ജൻ. മാനസിക ഉല്ലാസം സന്തോഷം നൽകുന്നതാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇസ്കെ ദ്വാര ബച്ചെ കൈ ഖേൽ ഖേൽത്തെ ഹെ ഇതിലൂടെ ഈ കമ്പ്യൂട്ടറിലൂടെ കുട്ടികൾക്ക് ധാരാളം കളികൾ ലഭിക്കുന്നുണ്ട്, ഗെയിംസ് ലഭിക്കുന്നുണ്ട്. ഇൻമേ ക്രിക്കറ്റ്, റേസിംഗ്, ജൂഡോ ആദി പ്രമുഖ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്രിക്കറ്റ്, ജൂഡോ, റേസിംഗ് മുതലായ ഗെയിംസ്. बच्चों को जिस किसी विषय पर जानकारी प्राप्त करनी हो वे इंटरनेट द्वारा प्राप्त कर सकते हैं. ഇനി കുട്ടികൾക്ക് ജിസ് കിസി വിഷയ പർ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ജാൻകാരി പ്രാപ്ത് കർണി ഹോ അറിവ് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ജാൻകാരി പ്രാപ്ത് കർണ അറിവ് നേടുക. അവിടെ ജിസ് കിസി വിഷയ പർ ജാൻകാരി പ്രാപ്ത് കർ ഏതെങ്കിലും വിഷയത്തിൽ അറിവ് നേടേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ വേ ഇൻ്റർനെറ്റ് ദ്വാര പ്രാപ്ത് കർ സക്തേ ഹെ അവർക്ക് ഇൻ്റർനെറ്റ് മുഖേന അത് അറിയാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടർ की मदद से प्रकाशक पुस्तकों की छपाई कम समय में कर लेते हैं. കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഹെൽപ്പ് കൊണ്ട് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ छपाई മീൻസ് പ്രിൻറ്റിംഗ് കം സമയസേ മേ കർ ലേത്തെ ഹെ വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പ്രകാശനം ചെയ്യേണ്ടുന്ന ടെക്സ്റ്റുകളുടെ കോപ്പികൾ വളരെ പെട്ടെന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ മുഖേന സാധിക്കും. കമ്പ്യൂട്ടർ ബാറ്ററി സേ ഭി ചൽ സക്താ ഹെ കമ്പ്യൂട്ടർ നമുക്ക് ബാറ്ററി ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാം. ഇസ് കമ്പ്യൂട്ടർ കാ ആകാർ ഛോട്ടാ യാ ബഡാ കുച്ച് ഭി ഹോ സക്താ ഹെ ഈ കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം ആകാരം വലിപ്പം എന്ന് പറയുന്നത് ഛോട്ടാ യാ ബഡാ വലുതോ ചെറുതോ കുച്ച് ഭി ഹോ സക്താ ഹെ ഏത് വേണമെങ്കിലും ആകാവുന്നതാണ്. കമ്പ്യൂട്ടർ കി മദദ് സേ ആജ് हमारा जीवन बेहद सरल हो गया है. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായം കൊണ്ട് കമ്പ്യൂട്ടർക്ക് മദദ് സേ കമ്പ്യൂട്ടറിൻ്റെ സഹായം കൊണ്ട് ആജ് ഹമാര ജീവൻ ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ബേഹദ് സരൽ ബേഹദ് മീൻസ് തികച്ചും ക്വൈറ്റ് സരൽ ഹോ ജാത്താ ഹെ സരൽ സിമ്പിൾ വളരെ സിമ്പിളായിരിക്കുകയാണ് നമ്മുടെ
ജീവിതം എന്ന് പറയുന്നത്. മാനവയ്ക്ക് പ്രഗതി മീൻസ് ഡെവലപ്മെൻറ്റ്, പുരോഗതി. മനുഷ്യൻ്റെ പുരോഗതിക്ക് ഇസ്ക ബഹുത് ബഡാ യോഗ്ദാൻ ഹേ. എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? ഒരു വലിയ യോഗ്ദാൻ, സമ്മാനമാണ് എന്താണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അത് ഹിന്ദിയിൽ ഒരു പാഠമായി തന്നിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിതിൻ്റെ അഭ്യാസത്തിലേക്ക് കടക്കാം. ഈ പാഠത്തിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷ് വേർഡുകളാണ് ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടർ അത് തന്നെ ഇംഗ്ലീഷ് വേർഡാണ്. ദെൻ ഡിജിറ്റൽ, സ്ക്രീൻ, മോണിറ്റർ, കീബോർഡ്, ടൈപ്പ്, ദെൻ പ്രിൻ്റർ, പ്രിൻ്റ് ഔട്ട്, ടെക്നിക്ക്, ദെൻ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ മലയാള മീനിങ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്നാൽ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ബിജലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്, യന്ത്ര മെഷീനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഉപലബ്ധ അവൈലബിൾ, ലഭ്യമാകുക എന്നാണ് അർത്ഥം. ചപ്പായി പ്രിൻ്റ്, ചപ്പായി എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എടുക്കുക, അച്ചടിക്കുക എന്നർത്ഥം. ആദേശ് ഓർഡർ, ഇൻസ്ട്രക്ഷൻ എന്നും പറയാം. ടെക്നിക്കാണ്, ടെക്നിക്ക്. സഞ്ചാലൻ കർണ ടു ഓപ്പറേറ്റ്, നടത്തിക്കുക എന്നാണ് അർത്ഥം. ഉപയോഗി, നടത്തിക്കുക എന്ന് വെച്ചാൽ നടത്തുക, അതാണ്. ഉപയോഗി യൂസ്ഫുൾ, വളരെ ഉപകാരപ്രദമായ. വികാസ് ഡെവലപ്മെൻറ്റ്, പുരോഗതി. ജാൻകാരി ഇൻഫർമേഷൻ, അറിവുകൾ, അതാണ് അർത്ഥം. കുറച്ച് പര്യായവാചി ശബ്ദങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ആധുനിക എന്ന് വെച്ചാൽ പുതിയതെന്നാണ് അർത്ഥം. അതിന് അതേ മീനിങ് വരുന്ന സിനോണിംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നൂതന്, പുതിയതെന്നാണ് അർത്ഥം. നവീന്, അതും പുതിയതാണ്. അപ്പോൾ ആധുനിക എന്ന വാക്കിൻ്റെ പര്യായവാചി ശബ്ദങ്ങളായിട്ട് വരുന്നത് നൂതന്, അതുപോലെ തന്നെ നവീൻ. ദെൻ മാനവ് എന്ന് വെച്ചാൽ മനുഷ്യർ എന്നുള്ളതിന് നമ്മൾ ധാരാളം പര്യായവാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യ തന്നെ ഹിന്ദി വേർഡാണ്. ഇൻസാൻ, ഇതെല്ലാം ആത്മീ, ഇതെല്ലാം എന്താണ് മാനവ്, മനുഷ്യൻ എന്നുള്ളതിൻ്റെ പര്യായങ്ങളാണ്. ദെൻ ഉപലബ്ധ് മീൻസ് പ്രാപ്ത്. പ്രഗതി, ഉന്നതി, വികാസ്, ഇതെല്ലാം പ്രഗതി എന്ന വാക്കിൻ്റെ പര്യായങ്ങളായിട്ട് വരും. വിലോമ ശബ്ദങ്ങൾ കുറച്ചുണ്ട് ഇതിനകത്ത്. ജൽദി, പണ്ട് പഠിച്ചിട്ടുള്ള വാക്കാണ് ജൽദി, പെട്ടെന്നെന്നാണ് മീനിങ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ധീരേ. സംഭവിക്കുന്നത്, ലഭ്യമാകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അസംഭവ്, നമുക്ക് ലഭിക്കാത്തത്. സംഭവ ഓപ്പോസിറ്റ് അസംഭവ്. ദെൻ കഠിൻ മീൻസ് മുഷ്കിൽ, അതാണ് പ്രയാസമുള്ളത്. അതിൻ്റെ പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈസി, ആസാൻ. അപ്പോൾ കഠിൻ ഓപ്പോസിറ്റ് ആസാൻ. കം മീൻസ് കുറച്ച്. അപ്പോൾ കൂടുതൽ എന്നുള്ള വാക്ക് എന്താണ് ഹിന്ദിയിൽ? ജ്യാദ. കം ഓപ്പോസിറ്റ് ജ്യാദ. ഉപയോഗി യൂസ്ഫുൾ ആയിട്ടുള്ളത്, നമുക്ക് ലഭ്യമാകുന്നത്, ഉപകാരപ്രദമാകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അനുപയോഗി, എന്താണ് ഉപകാരം അല്ലാത്തത്, ഉപകാരപ്പെടാത്തത്. ഉപയോഗി അനുപയോഗി, ഉപയോഗി അല്ല അനുപയോഗി. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ സവാൽ, ജവാബ് ഓപ്പോസിറ്റ് സവാൽ. ഇത്രയുമാണ് കമ്പ്യൂട്ടർ എന്ന പാഠത്തെക്കുറിച്ച് നമ്മളിന്ന് പഠിച്ചത്. ഈ പാഠഭാഗം നന്നായി മനസ്സിലായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പാഠവുമായി ഞാൻ വരുന്നത് വരേക്കും ധന്യവാദ്.